ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്ന് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ രണ്ടാമത്തെ ലെക്ചറാണ്. ദാറ്റ് ഈസ് കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇഫ് യു കൺസിഡർ എ കണ്ടക്ടർ, ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ അത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനത്തെ മെറ്റീരിയലിനെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുക. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ഇറ്റ് ക്യാൻ ഈസിലി കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ അങ്ങനെയുള്ളൊരു മെറ്റീരിയലാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയാം. അങ്ങനെയുള്ള മെറ്റീരിയലിലെ കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസ് ഇറ്റ് വിൽ ബി ഇൻ റാൻഡം മോഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ദർ ഇസ് നോ നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ ദി കണ്ടക്ടർ. അപ്പം ഒരു കണ്ടക്ടർ വെറുതെ വെച്ചിരിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അത് റാൻഡം മോഷൻ ആയതുകൊണ്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അതായത് നമ്മളൊരു കോപ്പർ വയർ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാത്ത സമയത്ത് അത് കണ്ടക്ട് ചെയ്യുന്നില്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഫ്രീ ഇലക്ട്രോൺസ് അതിനുള്ളിൽ റാൻഡം മോഷനിലായിരിക്കും. അങ്ങനെ ആ റാൻഡം മോഷൻസ് പരസ്പരം ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് there will not be any net flow of electrons through that conductor. ഇനി നമ്മൾ യു ആർ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, the electrons are accelerated to the positive terminal. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യും ഇലക്ട്രോൺസ് ഒക്കെ. അതായത് ഇതിനുള്ളിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഒരു സെല്ല് നമ്മൾ കൊടുക്കുകയാണ്. അതിന് പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും കൂടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യും. When an electric field is applied across a conductor, the electrons are drifted towards the positive terminal of the battery. This is called the drift velocity of the electrons, Vd. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺസ് പറയുന്നത്. ആൻഡ് അതിൻ്റെ വാല്യൂ ഏകദേശം 0.1 centimeter per second to 1 centimeter second ആയിരിക്കും. 0.1 to 1 centimeter per second ആയിരിക്കും ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ റേഞ്ച്. ആ ഒരു വെലോസിറ്റിയിലാണ് ഇലക്ട്രോൺസ് ഈ കണ്ടക്ടറിനുള്ളിൽ when you apply electric field, the free electrons will move with this speed, and this velocity is called drift velocity. ഓക്കെ, അപ്പോൾ ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇവിടെ ഒരു കണ്ടക്ടറാണ്. ആൻഡ് ഈ കണ്ടക്ടറിൽ എന്താണ്, യു ആർ നോട്ട് അപ്ലൈഡ് എനി വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. സോ ദി ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. സോ ദർ ഇസ് നോ നെറ്റ് ഫ്ലോ. അതിനുശേഷം യു ആർ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദർ വിൽ ബി എ നെറ്റ് വെലോസിറ്റി. ആ നെറ്റ് ഡയറക്ഷനിൽ ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകും. അപ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ആൻഡ് ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ദി ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഏതൊരു കാര്യവും നമ്മൾ ഫിസിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് ഇക്വേഷൻ, അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു മാത്തമാറ്റിക്കലി അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. സോ അതിനുവേണ്ടി യു ആർ കൺസിഡറിങ് a conductor which is having a length small l and cross sectional area capital A. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ക്യാപിറ്റൽ എ ആൻഡ് ലെങ്ത് എൽ. ഒരു കോപ്പർ വയർ ആണെന്ന് വിചാരിക്കാം. പിന്നെ ഇതിനുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ് n പെർ വോളിയം എന്ന് പറയുന്നത്. പെർ യൂണിറ്റ് വോളിയം ആണ് n എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, അതായത് 1 ആണെങ്കിൽ n. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ് നമ്മൾ n എടുക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ ഓഫ് വോളിയം ബി. ഈ ഒരു കണ്ടക്ടറിന് ഒരു വോളിയം ബി ഉണ്ട്. അതിലെ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ടോട്ടൽ ചാർജ് നമ്മൾ എങ്ങനെ എടുക്കുക? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം എടുക്കുകയാണെങ്കിൽ അത് സ്മോൾ n ആണ്. അപ്പോൾ അത് ടോട്ടൽ വോളിയം, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടണമെങ്കിൽ പെർ യൂണിറ്റ് വോളിയം എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ഇൻറ്റു ദ വോളിയം ഓഫ് ദറ്റ് ഷേപ്പ്. ഈ ഷേപ്പിനെ വോളിയത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പെർ യൂണിറ്റ് വോളിയം അത് n ആണെങ്കിൽ n ഇൻറ്റു ദ വോളിയം ഓഫ് ദി ഷേപ്പ്. അപ്പോൾ വോളിയം ഓഫ് ദി വയർ എങ്ങനെ കാണും? ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ? സോ A into L will be the volume. So number of electrons per unit volume into the charge of the electron.
ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ് ഇ പറയുന്നത്. അപ്പോൾ ടോട്ടൽ ചാർജ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ടർ ഓഫ് വോളിയം വി വോളിയത്തിലുള്ള ടോട്ടൽ ചാർജ് എന്ന് അതിൻ്റെ ആകെ ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എൻ ഇൻറ്റു എ എൽ ഇൻറ്റു ഇ ആയിരിക്കും. അതായത് ഈ ഒരു ഷേപ്പിനുള്ളിലുള്ള ടോട്ടൽ ചാർജ്. ഇനി വി ഡി ആണ് ഇതിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നെങ്കിൽ ടൈം ടേക്കൺ ബൈ ദ ഇലക്ട്രോൺസ് ടു കവർ എ ഡിസ്റ്റൻസ് എൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ. നമുക്ക് വെലോസിറ്റി വി ആണെങ്കിൽ വി ഡി ആണ്, അപ്പം എത്ര സമയം എടുക്കും ഈ ഒരു എൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ, ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര സമയം എടുക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വി ഡി ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. അതിന് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ഇസ് എൽ ആൻഡ് വെലോസിറ്റി ഈസ് വി ഡി. സോ ടൈം ടേക്കൺ വിൽ ബി ഈക്വൽ ടു ദ ലെങ്ത് ട്രാവൽ ഡിവൈഡ് ബൈ ദ വെലോസിറ്റി വി ഡി. അപ്പോൾ ടി ഈക്വൽ ടു എൽ ബൈ വി ഡി എന്ന് എഴുതാം. ഓക്കെ. ഇനി കറന്റ് എന്തെങ്ങനെ കാണാം? കറന്റിന്റെ ഇക്വേഷൻ എന്താണ്? കറന്റ് ഇസ് ദ ടോട്ടൽ ചാർജ് പെർ യൂണിറ്റ് ടൈം. ടോട്ടൽ ചാർജ് ഫ്ലോ പെർ യൂണിറ്റ് ടൈം ആണ്. ചാർജ് ഫ്ലോ ഡിവൈഡഡ് ബൈ ടൈം വിൽ ഗിവ് യു ദി കറന്റ് ത്രൂ ദ കണ്ടക്ടർ. അപ്പോൾ കറന്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. കറന്റ് ത്രൂ ദ കണ്ടക്ടർ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഇൻ ദ കണ്ടക്ടർ ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ടോട്ടൽ ചാർജ് എന്താണ്? എൻ എ എൽ ഇ ആണ്. എൻ എ എൽ ഇ ടൈം ടി എന്ന് എഴുതാം. ടിക്ക് പകരം നമുക്ക് എൽ ബൈ വി ഡി എന്ന് എഴുതാം അല്ലേ? ടി ഈസ് ഈക്വൽ ടു എൽ ബൈ വി ഡി. അപ്പോൾ ഇതിന് നമ്മൾ എൽ ക്യാൻസൽ ചെയ്ത് പോകും, ഈ വി ഡി മേലേക്ക് പോകും. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഐ ഈക്വൽ ടു എൻ എ ഇ വി ഡി എന്ന് വരും. സോ ഐ ഈക്വൽ ടു ടോട്ടൽ കറന്റ് ഐ ഈക്വൽ ടു എൻ എ ഇ വി ഡി. എൽ ക്യാൻസൽ ചെയ്ത് പോയി, വി ഡി മേലോട്ട് വന്നു. ഓക്കെ. അപ്പോൾ ടോട്ടൽ കറന്റ് ഇൻ ദ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു എൻ എ ഇ വി ഡി എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ ബൈ എ എന്ന് എഴുതാം. ഐ ബൈ എ എന്ന് പറഞ്ഞത് കറന്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് കറന്റ് ഫ്ലോ ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഏരിയ ആണ് നമ്മൾ എടുക്കുന്നത്. ഏതെങ്കിലും ഏരിയ അല്ല, ഈ ഒരു കർവ്ഡ് സർഫസിന്റെ ഏരിയ അല്ല എടുക്കുന്നത്. അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലെ ക്രോസ് സെക്ഷനിലെ ഏരിയ അതിനെ കട്ട് ചെയ്ത് അതൊരു ഏരിയ ത്രൂ അല്ലേ ഇത് മൂവ് ചെയ്യുന്നത്, ആ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. സോ പെർപെൻഡിക്കുലർ ഏരിയ, എ പെർപെൻഡിക്കുലർ എന്നൊക്കെ പറയാം. സോ ഐ ബൈ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ദി കറന്റ് ഡെൻസിറ്റി. കറന്റ് ഡെൻസിറ്റി നമ്മൾ പറയും, നമ്മൾ നേരത്തെ ലെക്ചറിൽ അത് പറഞ്ഞതാണ്. സോ കറന്റ് ഡെൻസിറ്റി ഐ ബൈ എ, ഇത് നമുക്ക് എനെ ഇങ്ങോട്ടേക്ക് എടുത്തതാണ്. സോ ഐ ബൈ എ ഈക്വൽ ടു എൻ ഇ വി ഡി എന്ന് കിട്ടും. ആൻഡ് ഐ ബൈ എ ഈസ് കോൾഡ് ദി കറന്റ് ഡെൻസിറ്റി ജെ. Current density J is equal to N into E into VD. That is number of electrons per unit volume into the charge of the electron into the drift velocity. So NeVD. That is the current density. So now you got the expression for the drift velocity. So drift velocity is equal to നമുക്ക് എന്ത് എഴുതാം? Drift velocity equal to J by NE എന്ന് എഴുതാം. J by N is the drift velocity expression ആണ്. വേറെ എക്സ്പ്രഷൻ എന്താണ്? വി ഡി ഈക്വൽ ടു ഐ ബൈ എൻ എ ഇ എന്ന് എഴുതാം. അപ്പോൾ ഇതൊക്കെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ്. സോ വി ഡി ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ഓർത്തിരിക്കുക. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും എന്താന്ന് നോക്കാം. എന്താണ് റിലാക്സേഷൻ ടൈം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പം ഒരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ when an electric field is applied to a conductor, the field applies a force EE on each electron. അപ്പോൾ ഒരു ഫോഴ്സ് ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. ആൻഡ് ഇഫ് യു ഹാവ് എ ചാർജ് Q, then force F is equal to Q into E ആയിരിക്കും. F is equal to QE എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ F is equal to Q into E ആണ്. ഇവിടെ Q എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദി പാർട്ടിക്കിൾ. അത് ഇവിടെയുള്ള ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ് പാർട്ടിക്കിൾ. സോ ഇത് ചാർജ് ഇസ് E, സ്മോൾ E. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? E into small e into capital E. Small e is the charge of the electron and capital E is the electric field ആണ്. അപ്പോൾ ഇവിടെ when an electric field E is applied to the conductor, the field applies a force EE on each electron. അപ്പോൾ ഈ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് വിൽ ഒബേ ദ ന്യൂട്ടൺസ് ലോ. സോ ദാറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഫോഴ്സ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഫോഴ്സ് ഗീവ്സ് എൻ ആക്സലറേഷൻ എ ടു ദി ഫ്രീ ഇലക്ട്രോൺ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ്.
അപ്പോൾ ആ എഫ് ഇസ് ഈക്വൽ എ ഈക്വൽ ടു എന്ത് വരും, എഫ് ബൈ എം എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം. ഓക്കെ, ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ ആക്സിലറേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടായിരിക്കും. ദിസ് ആക്സിലറേഷൻ, അപ്പോൾ ഈ ഒരു ആക്സിലറേഷനിൽ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് മാത്രമല്ല ഉള്ളത്, ആ ഇലക്ട്രോൺസിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള അയോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്പം എന്താണ് കോപ്പർ വയർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കോപ്പറിന്റെ പോസിറ്റീവ് അയോൺസും ഉണ്ടാകും, ഇതിൽ ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോൺസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ദിസ് ഇലക്ട്രോൺസ് വിൽ collide with the ions, positive ions in the metal. So the acceleration will last for a very short time due to the collision of electrons with the positive ions in the metal. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആക്സലറേഷൻ, ആ ആക്സലറേഷനിൽ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഭയങ്കര സ്പീഡിൽ ഓടുകയാണ്, നല്ല ആക്സലറേഷൻ ആയിട്ട് ഭയങ്കര സ്പീഡ് കൂട്ടി കൊണ്ടുവന്ന് ഓടുകയാണ്. അപ്പോൾ നമ്മളൊരു ഓടുന്നത് ഭയങ്കര വലിയൊരു ക്രൗഡിനിടയിൽ കൂടെ ആണെങ്കിൽ നമുക്ക് നല്ല സ്പീഡിൽ ഓടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആക്സലറേഷൻ കുറഞ്ഞു പോകും അല്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഈ ഇലക്ട്രോൺസിന് നമ്മൾ അപ്ലൈഡ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സലറേറ്റഡ് ഒരു ഫോഴ്സ് അതിന്റെ മേലെ ഉണ്ടാവും, ആ ഫോഴ്സ് കൊണ്ട് ഒരു ആക്സലറേഷൻ ഉണ്ടാവും, ബട്ട് ഇറ്റ് കനോട്ട് മൂവ് വെരി ഫാസ്റ്റ്. എന്തുകൊണ്ടാണ്? ഇറ്റ് വിൽ കൊളൈഡ് വിത്ത് ദ പോസിറ്റീവ് അയോൺസ് ഇൻ ദ മെറ്റൽ. അപ്പം the kinetic energy gained will be completely lost during this collision. അപ്പോൾ kinetic energy gain എന്ന് പറഞ്ഞാൽ ഒരു വെലോസിറ്റി, ആക്സലറേഷൻ ആണെങ്കിൽ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാകും. ആ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തതെല്ലാം എന്തുണ്ടാകും? ഈ കൊളീഷനെ കൊണ്ട് എന്താണ്, ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഡ്യൂറിങ് ദാറ്റ് കൊളീഷൻ. അപ്പോൾ അവിടെ പോസിറ്റീവ് മെറ്റൽ അയോൺസ് ആയിട്ട് ഈ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യും. അങ്ങനെ അതിന്റെ എന്താണ് ആക്സലറേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പൊ ഈ കൊളീഷൻ തന്നെയാണ് ഈ കൊളീഷൻ കൊണ്ട് തന്നെയാണ് ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് നമ്മളെ കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഇലക്ട്രോണിന് മൂവ് ചെയ്യും, ഇലക്ട്രോണിന്റെ മൂവ്മെന്റിൽ, അതായത് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ദാറ്റ് മീൻസ് കറന്റ്. അപ്പോൾ കറന്റ് ഫ്ലോന് ഒപ്പോസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഈ കൊളീഷനെ കൊണ്ടാണ്. ഈ ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോൺസിനെ കൊണ്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി കുറയുന്നത് കൊണ്ടാണ് യു ഹാവ് ദ പ്രോപ്പർട്ടി ഫോർ എനി മെറ്റീരിയൽ ദാറ്റ് ഇസ് കോൾഡ് ദ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് അതാണ്. റെസിസ്റ്റൻസിന് കാരണമാവുന്നത് ഈ കൊളീഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്കിതിന്റെ ഒരു ടേം നമുക്കിതിൽ പഠിക്കാനുണ്ട്. The average time interval that elapses between two successive collision of an electron is called relaxation time. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഫ്രീ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോസിറ്റീവ് അയോൺസിൽ. ഇങ്ങനെ കൊളൈഡ് ചെയ്തിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സക്സസീവ് ആയിട്ടുള്ള കൊളീഷന്റെ, രണ്ട് സക്സസീവ് എന്ന് പറഞ്ഞാൽ ഒരു കൊളീഷൻ കഴിഞ്ഞിട്ട് അടുത്ത കൊളീഷൻ, ആ കൊളീഷന് ഇടയിൽ ഉണ്ടാവുന്ന ടൈം ഇന്റർവെൽ, ആ ടൈം ഇന്റർവെലിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് അത് എവിടെയും കൊളൈഡ് ചെയ്യാതിരിക്കുന്ന, റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം രണ്ട് സക്സസീവ് കൊളീഷൻ ഇടയ്ക്ക് ഉണ്ടാവുന്ന ടൈം ഇന്റർവെലിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ the additional velocity acquired by electron during time t in the opposite direction of the field is, അപ്പോൾ നമുക്കറിയാം റിലാക്സേഷൻ ടൈം എന്ന് പറയുന്ന സമയത്ത് അത് കൊളൈഡ് ഒന്നും ചെയ്യുന്നില്ല. സോ ഇറ്റ് വിൽ ഹാവ് എ വെലോസിറ്റി, ഒരു വെലോസിറ്റി അത് അക്വയർ ചെയ്യും. ബിക്കോസ് ദർ ഇസ് എ ഫോഴ്സ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിനെ കൊണ്ട് അത് കൊളീഷൻ സമയത്ത് എന്താണ് അതിന്റെ മൂവ്മെന്റ് വെലോസിറ്റി കുറയെങ്കിലും ഈ റിലാക്സേഷൻ ടൈമിന്റെ സമയത്ത് അതിന് ഈ ഫോഴ്സ്, ഈ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിനെ കൊണ്ടുണ്ടാകുന്ന ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിനെ കൊണ്ടുള്ള ആക്സലറേഷൻ ഉണ്ടാവും. സോ ദർ വിൽ ബി അഡീഷണൽ വെലോസിറ്റി അക്വയർഡ് ഡ്യൂറിങ് ദി റിലാക്സേഷൻ ടൈം. അപ്പോൾ ആ റിലാക്സേഷൻ ടൈമിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. drift velocity Vd is equal to 0 plus at. ഇത് നമ്മള് ബേസിക് ഇക്വേഷൻ തന്നെയാണ്. u plus at എന്നുള്ള ഇക്വേഷൻ തന്നെയാണ്. v is equal to u plus at. u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, അത് 0 ആണ്. vd എന്ന് പറയുന്നത് drift velocity ആണ്. vd is equal to 0 plus a tau. a എന്ന് പറയുന്നത് ആക്സലറേഷൻ എങ്ങനെ അക്വയർ ചെയ്ത ആക്സലറേഷൻ ആണ്?
നമ്മൾ ഒരു ഫോഴ്സ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ആ ഇലക്ട്രിക് ഫീൽഡിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് കൊടുത്തിട്ടുള്ള ആക്സലറേഷൻ ആണ്. നമ്മൾ നേരത്തെ സൈഡിൽ കണ്ടു, ഈ ആക്സലറേഷൻ ആണിത്. അപ്പോൾ എ ഇൻറ്റു ടോ, ടോ എന്ന് പറയുന്നത് ഇവിടുത്തെ ടൈം, എ ഇൻറ്റു ടി ഈസ് ദ വെലോസിറ്റി. സോ എ ഇൻറ്റു ടോ എന്ന് എഴുതാം. ഇനി നമുക്കറിയാം ഇത് 0 ആയിരിക്കും. സോ വി ഡി ഇസ് ഈക്വൽ ടു എക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ഇ ബൈ എം ആണ്. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ minus E by m into 2. Okay, so drift velocity is equal to minus E by m into 2. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ പല എക്സ്പ്രഷൻസ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള എക്സ്പ്രഷൻ ആണ് വി ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ എന്നുള്ളത്. ഈ മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡയറക്ഷനെ മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ മൈനസ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഇംപ്ലൈസ് എ ഡയറക്ഷൻ. അപ്പം ഇ ബൈ എം ഇൻറ്റു ടോ. നേരത്തെ നമ്മൾ അതുപോലെ വെലോസിറ്റിയുടെ കണ്ടു, ജെ ഈക്വൽ ടു എൻ ഇ വി ഡി ആണ്. അപ്പോൾ ഓരോ എക്സ്പ്രഷൻസ് ഓർത്തിരിക്കാം, തമ്മിലുള്ള കണക്ഷൻസ് ഓർത്തിരിക്കാം. ഇനി അതേപോലെ വേറൊരു ടേം ആണ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് mu e is equal to vd by e. vd by e ആണ്. vd by e will be equal to e by m into tau ആയിരിക്കും. mu e is equal to e by m into tau ആയിരിക്കും. That is the average velocity acquired by free electrons of the conductor in the opposite direction of the external applied electric field is called the drift velocity. നമുക്ക് drift velocity ക്ക് വേറൊരു definition കൂടെ കൊടുക്കാം. It is the average velocity acquired by the free electrons of a conductor in the opposite direction of the external applied electric field. അപ്പോൾ നമ്മൾ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ഫ്രീ ഇലക്ട്രോൺ അക്വയർ ചെയ്യുന്ന വെലോസിറ്റിയുടെ അവറേജ് വെലോസിറ്റി ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പോൾ മൊബിലിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത് വി ഡി ബൈ ഇ ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യം വരും. ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കാം. ഇനി റിലാക്സേഷൻ ടൈമും റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയലും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുന്നത്. റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ നമുക്കറിയാം, റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ ആണ് അല്ലേ, നിങ്ങളുടെ ബേസിക് ഡെഫിനിഷൻ ആണ്. റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു ആർ എ ബൈ എൽ. ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിരിക്കും, എ ഇസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, എൽ ഇസ് ദ ലെങ്ത്. ഇനി ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് എന്ത് പറയാം, വി ബൈ ഐ എന്ന് പറയാം അല്ലെ. റെസിസ്റ്റൻസ് ഈക്വൽ ടു വി ബൈ ഐ അല്ലെ, വി ഈക്വൽ ടു ഐ ആർ എന്നൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇനി വി എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ലെങ്ത്. ഈ ഡി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡിസ്റ്റൻസ് പറയുന്നത് എൽ ആണ്. നമ്മൾ എടുക്കുന്നത് ഇതേ കണ്ടക്ടർ തന്നെയാണ് കേട്ടോ. ഈ കണ്ടക്ടറിന്റെ ലെങ്ത് എൽ ആണ്. സോ ഇലക്ട്രിക് ആർ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ ആണ്. ഇ ഇൻറ്റു ലെങ്ത് എൽ ഡിവൈഡഡ് ബൈ ഐ. ഇനി ഐനെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഒക്കെ ഇക്വേഷനിൽ എഴുതാൻ പറ്റും. സോ ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഇത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്, നമ്മൾ വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആർ ഇസ് ഈക്വൽ ടു ഇ എൽ ബൈ എൻ എ ഇ വി ഡി എന്ന് എഴുതാം. ആർ ഇസ് ഈക്വൽ ടു ഇ എൽ ബൈ എൻ എ ഇ വി ഡി. ഇനി വി ഡി ഇസ് ഈക്വൽ ടു നമുക്കറിയാം, ജസ്റ്റ് മുമ്പത്തേതിൽ വെച്ചിട്ട് നമുക്ക് റിലാക്സേഷൻ ടൈമും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടു. ഇ ബൈ എം ഇൻറ്റു ടോ. ഒരു മൈനസ് സൈൻ ഉണ്ട്, ഞാൻ പറഞ്ഞു ജസ്റ്റ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ യു ക്യാൻ ജസ്റ്റ് നെഗ്ലക്റ്റ് ഇറ്റ്. സോ ഇ ബൈ എം ഇൻറ്റു ടോ ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഒരു ഇക്വേഷൻ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ആർ ഇസ് ഈക്വൽ ടു എന്നുള്ള ഈ ഇക്വേഷൻ എടുക്കുക. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അപ്പോൾ റോ എൽ ബൈ എ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആർ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ആർ ഇസ് ഈക്വൽ ടു ഒന്ന് ഇ എൽ ബൈ എൻ എ ഇ വി ഡി കിട്ടി, ഒന്ന് റോ എൽ ബൈ എ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് റോയ്ക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആറിനൊരു എക്സ്പ്രഷൻ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു. ആറിന് ഓംസ് ലോ എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇവിടെ എടുത്ത്, ഓംസ് ലോന് ഇ ഇൻറ്റു എൽ ബൈ ഐ എന്നത് ഐക്ക് ഈ നിങ്ങൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുള്ള എക്സ്പ്രഷൻ എടുത്തു. പിന്നെ ആറിന് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് എഴുതി. ഇനി ആറിന് ഇവിടെ നമ്മൾ നോക്കുകയാണ്, ആറിന് ഇ എൽ വി ഡിക്ക് പകരം നമ്മളിവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇ എൽ വി ഡിക്ക് ഇ ബൈ എം ഇൻറ്റു ടോ എന്നാണ്. സോ എം മേലേക്ക് വരും, എം വരും ഇവിടെ. എൻ എ ഇ
കഴിഞ്ഞിട്ട് പിന്നെ ഇ വരും. ഇതിൻ്റെ ഇ ഇൻറ്റു ടോ, ഇ ഇൻറ്റു ടോ, എം മേലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ എന്താ നമ്മൾ ഇ ക്യാൻസൽ ചെയ്യാം. ക്യാപിറ്റൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ക്യാൻസൽ ചെയ്ത് പോയി. എം ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എൻ എ ഇ സ്ക്വയർ ടോ എന്ന് വരും. ഓക്കെ, എൻ എ ഇ സ്ക്വയർ ടോ. ഇനി നമ്മൾ ഈ ഇക്വേഷന് ഇറ്റ് ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. റോ എൽ ബൈ എ ആണ് ആറിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സോ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് വരും. ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലും എയും ക്യാൻസൽ ചെയ്ത് പോകും. എല്ലും എയും രണ്ട് സൈഡിലുണ്ട്. സോ എല്ലും എയും ക്യാൻസൽ ചെയ്ത് പോകും. യു ക്യാൻ ഗെറ്റ് റോ ഇസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് വരും. റോ ഇസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. Okay, so m divided by n e square tau is the relation. Rho is equal to rho is equal to m divided by n e square tau is the relation between resistivity rho and the relaxation time tau. So ഈ ഇക്വേഷനും you should remember. ഇങ്ങനെ ആ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളും ഓർത്തിരിക്കാം. ഇനി റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിപ്പെൻഡൻസി എന്താണെന്ന് നോക്കാം. റെസിസ്റ്റിവിറ്റി നമുക്കറിയാം, റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. റെസിസ്റ്റിവിറ്റി കൂടുക ചെയ്യുക. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഇലക്ട്രോൺസിൻ്റെ റാൻഡം മോഷൻ വളരെ കൂടുതലാവും. അപ്പോൾ എന്താ ഉണ്ടാവുക, കൊളീഷൻസ് കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് കൊളീഷൻസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. And the value of the resistance also increase with rise in temperature. അപ്പോൾ R is the resistance at temperature T ആണ്. R0 is resistance at temperature 0 degree Celsiusലുള്ള. R0 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് R0 ആണെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നുണ്ട്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൽഫ ഇസ് ഈക്വൽ ടു R മൈനസ് R0 ഡിവൈഡ് ബൈ R0 ഇൻറ്റു ടി. R0 എന്ന് പറയുന്നത് ഈ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറാണ്. R മൈനസ് R0 ഡിവൈഡ് ബൈ R0 ഇൻറ്റു ടി. സോ ആൽഫ വിൽ ബി പോസിറ്റീവ് ഫോർ എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്ററിൻ്റെ ഈ ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതായത് റെസിസ്റ്റൻസ് R0 എന്നുള്ള സീറോ ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് അതിനെക്കാട്ടും കൂടുതലായിരിക്കും വേറൊരു ഹയർ ടി ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ്. ടി ഇസ് എ ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. സോ ദിസ് ഡിഫറൻസ് വിൽ ബി പോസിറ്റീവ്. അതുകൊണ്ട് ആൽഫ പോസിറ്റീവ് ആയിരിക്കും ഫോർ എ റെസിസ്റ്റർ. ഇനി സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്തായിരിക്കും? സെമി കണ്ടക്ടറിന് നേരെ തിരിച്ചാണ്. റെസിസ്റ്റൻസ് എന്താണ്? ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക സെമി കണ്ടക്ടറിൽ. അപ്പോൾ ഇവിടെ എന്താ വരിക? സെമി കണ്ടക്ടറിൽ R മൈനസ് R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ RCനെക്കാട്ടിലും കുറവായിരിക്കും ഫോർ എ സെമി കണ്ടക്ടർ. ആൻഡ് ഹെൻസ് ദ ആൽഫ വാല്യൂ വിൽ ബി നെഗറ്റീവ്. So you can say that semiconductor has negative temperature coefficient of resistance. NTC എന്ന് പറയും. Negative temperature coefficient of resistance. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക ഫോർ എ സെമി കണ്ടക്ടർ. ഫോർ എ റെസിസ്റ്റർ as the temperature increases resistance will increase. ആ കാര്യങ്ങളും ഓർത്തിരിക്കാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴേക്ക് ഇറ്റ് ഷോസ് വെരി ഹൈ കണ്ടക്ടിവിറ്റി. അല്ലെങ്കിൽ എന്താണ് കണ്ടക്ടിവിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെസിസ്റ്റിവിറ്റി കുറയുക. അപ്പോൾ റെസിസ്റ്റിവിറ്റി ബിക്കം സീറോ ബിലോ സർട്ടൻ ടെമ്പറേച്ചർ. ദിസ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ആൻഡ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് a material becomes superconductor is called critical temperature. And the temperature below which the resistance of that material becomes zero. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലിനെ പറയുന്നതാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആണ് മെർക്കുറി. മെർക്കുറി റെസിസ്റ്റൻസ് റെഡ്യൂസസ് ടു 0 ഫോർ ടെമ്പറേച്ചർ ബിലോ 4.2 കെൽവിൻ. അപ്പോൾ അത്രയും ഭയങ്കര എന്താണ് ലോ ടെമ്പറേച്ചറിലാണ്, 4.2 കെൽവിൻ ടെമ്പറേച്ചറിലാണ് ഈ മെർക്കുറി സീറോ റെസിസ്റ്റൻസ് കാണിക്കുന്നത്. അത്രയും ടെമ്പറേച്ചർ കുറയണം. ഇപ്പം ഒരുപാട് റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. സൂപ്പർ കണ്ടക്ടേഴ്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അത് നിങ്ങൾ നോക്കണം. ഞങ്ങൾ ആപ്ലിക്കേഷൻസിൽ പറയുന്നതാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈ ഫീൽഡ് മാഗ്നറ്റ്സ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് NMR ഡിവൈസസിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ
Superconductors are used as magnetic energy storage. High-speed trains, ship drive systems, superconductors are used. Magnetic levitations ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഒക്കെ കാണിക്കും. പിന്നെ in computers and information processing superconductors are used. അപ്പോൾ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള മെറ്റീരിയൽസ് ആണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പോൾ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ ടെമ്പറേച്ചർ വളരെ ചെറിയ ടെമ്പറേച്ചറിൽ മാത്രമേ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ മാത്രമേ ഉള്ളൂ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട് ഈ ടെമ്പറേച്ചർ നമ്മൾ സാധാരണ ടെമ്പറേച്ചറിൽ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന മെറ്റീരിയൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് മേസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. മേസ്നർ ഇഫക്റ്റ് ഇതാണ്. At superconducting state, the material become diamagnetic material ആയി മാറും. superconducting ആകുമ്പോൾ ഒരു മെറ്റീരിയൽ superconducting ആകുമ്പോൾ it will be diamagnetic. Diamagnetic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will be weakly repelled in the magnetic field. ഒരു magnetic field weakly repelled ആയിരിക്കും diamagnetic materials. But magnetic field is expelled out of the material as its superconducting state. Superconducting state അത് ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു, അത് എന്താണ് മാഗ്നറ്റിക് ഫീൽഡിനെ പാസ് ചെയ്യുന്ന കണ്ടക്ടർ ആയിരുന്നു. ഒരു മെറ്റീരിയൽ ആണെങ്കിൽ കണ്ടക്ടർ ആയിരുന്നെങ്കിൽ അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴേക്ക് പോകുമ്പോൾ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ എന്ന് പറഞ്ഞാൽ അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ദ മെറ്റീരിയൽ ഹാസ് ബിക്കം സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണ് നമ്മളെ ടെമ്പറേച്ചർ എങ്കിൽ ആ സമയത്ത് ദിസ് വിൽ ആക്ട് ആസ് എ സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ സൂപ്പർ കണ്ടക്ടർ ആകുമ്പോൾ ഇറ്റ് വിൽ റിപ്പൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽ ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇറ്റ് വിൽ ഗെറ്റ് എക്സ്പെൽഡ് ഔട്ട് ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയലിനുള്ളിലൂടെ അത് പാസ് ചെയ്യാൻ പറ്റാതെ വരും. അത് ഇങ്ങനെ പുറമേ കൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു എഫക്റ്റിനെ പറയുന്ന പേരാണ് മേസ്നർ എഫക്റ്റ്. ഈ എഫക്റ്റ് സാധാരണ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എല്ലാം കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഡയാമാഗ്നറ്റിക് ആവുന്നത് അത് സൂപ്പർ കണ്ടക്ടിങ് ആവുന്ന സമയത്താണ്. എല്ലാ മെറ്റീരിയൽ അല്ല, സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് എല്ലാം ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആകുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് റിപ്പൽഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദാറ്റ് effect, that is when magnetic field is expelled out of the material at its superconducting state, this is called the Meissner effect. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എങ്ങനെയാണ്, അങ്ങനത്തെ ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ഓക്കെ, താങ്ക് യു.